ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് എനിക്ക് ഇച്ചിരി സന്തോഷമുള്ള ദിവസമാണ്. ഇച്ചിരി എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതൽ സന്തോഷം കൂടുതലാണ്. വേറൊന്നുമല്ല, ഇന്ന് എനിക്ക് എൻ്റെ കാറിൻ്റെ ലൈസൻസ് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ഫെയിലായതാണ്, ഇത് സെക്കൻഡ് ടൈമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്നും കുരിയച്ചൻ്റെ അടുത്ത് പോകാമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും വിളിച്ചുകൊണ്ടാണ് കുരിയച്ചൻ്റെ അടുത്ത് പോകുന്നത്. സാധാരണ ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത്, ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ സ്കൂട്ടറിന് പോകുന്നത്. ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി ഗൈസ്. അങ്ങനെ കുരിയച്ചൻ്റെ അവിടെ കയറി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതുവരെ ഫോട്ടോ വെച്ച് കാണാത്ത ഞങ്ങൾ ഫോട്ടോ വെച്ച് ആസ്വദിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. അതും വണ്ടിക്ക്. ഫോട്ടോ കൊച്ചിയില് ഷിപ്പ് പോയിട്ട് ഗൈസ് എല്ലാവരും ഷിപ്പ് നോക്കിയിരിക്കുന്നു. അതാണ് ഞങ്ങൾ നോക്കി, എല്ലാവരും ഷിപ്പ് നോക്കിയിരിക്കുന്നു. ഈ ഷിപ്പ് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും ഈ ഷിപ്പ് നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളും കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിൽ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സമയം 7:05. ഞങ്ങൾ ഇപ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത്. കുരിയച്ചൻ്റെ ഇടയിൽ ഒന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിട്ട് വീട്ടിലേക്ക് പോകാം. ഇതിൻ്റെ ഇടയിൽ ഇനി ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഇറങ്ങാം. അതെ അതെ അതെ. പണി പറ്റിച്ച് ഗൈസ്. കാക്കയല്ല, പ്രാവൺ. ഇച്ചിരി വെള്ളം ഉണ്ടാവോ? ഇതിൻ്റെ ഇടയിലാണെങ്കിൽ സ്കൂട്ടറിലായിട്ട് പ്രാവ് പണി പറ്റിച്ചു. അത് വെള്ളം ഒഴിച്ച് കഴുകണതിൻ്റെ ഇടയിലും പ്രാവ് ഒരു പണി തന്നു ഞങ്ങൾക്ക്. ഗൈസ്, ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഇനി ചായ കുടിക്കാനുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഒടുക്കത്തെ മഴ. റെയിൻകോട്ട് ഉണ്ട് അതിൻ്റെ അകത്ത്. ബുദ്ധി കാണിച്ചത് ഒരു റെയിൻകോട്ട് വീട്ടിലിരിപ്പുണ്ട് കഴിവുള്ള കൊണ്ട് കാരണം. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ അപ്പം വിളിച്ചിട്ട് പറയുന്നത് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഷവർമ്മ വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ 8:30 ആയപ്പോഴാണ് ഞങ്ങൾ വീട് എത്തുന്നത്. അങ്ങനെ അവളെയും വീട്ടിൽ കൊണ്ടാക്കി ഞാനും വീട്ടിൽ തിരിച്ചു വന്നു. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കേ ഉള്ളൂ. ബൈ.